കേരളത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥരെ എടുത്താൽ ഏറ്റവും പടപൊരുതി IPS കാരനാവുന്നു. പടപൊരുതി IPS ജീവിതത്തിൽ പടപൊരുതി നമുക്കറിയാം. 10ാം ക്ലാസ്സിലെ അദ്ദേഹത്തിന്റെ പഠനം, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ, ഒരു വല്ലാത്ത വിൽ പവറുള്ള ഒരു മനുഷ്യനാണ് പി വിജയൻ. ആരും ദ്രോഹിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയും കൂടെയാണ്. കാര്യം ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് വന്ന് ഇനി അദ്ദേഹം ചെറിയ തെറ്റുകൾ ചെയ്താലും പോട്ടെ എന്ന് വെച്ച് വിടേണ്ട കക്ഷിയെ ഇവിടെ ചതി ഒരുക്കി വീഴ്ത്തുക, ചതിയൊരുക്കി വീഴ്ത്തി അദ്ദേഹം ADGP ആവും. അതായത് പുള്ളിയെ ഡിസ്മിസ് ചെയ്യാൻ പോലും നീക്കം ഉണ്ടായിരുന്നു. ഈ എലത്തൂർ മറ്റേ തീവണ്ടി കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അതിൽ രാജ്യദ്രോഹവും ദേശദ്രോഹവും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന് പോലും ശ്രമം നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ അതിനെല്ലാം അതിജീവിച്ചു. ഈ അതിജീവിക്കാനൊരു കാരണം പി വിജയൻ്റെ ഒരു ഭക്തിയും കൂടെ കാരണമാണ്. പി വിജയൻ എന്നും നമുക്കറിയാം ഒരു ഉറച്ച ശബരിമല വിശ്വാസിയാണ്. പി വിജയൻ മലപ്പുറം SP ആയിരുന്നു. അതിനിടയിലാണ് ശബരിമലയിൽ ഈ പോലീസ് ഡ്യൂട്ടിക്ക് വരുന്നത്. അദ്ദേഹം അവിടുത്തെ പഠിച്ചിട്ട് അവിടെ മനസ്സിലായി ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വൃത്തിയില്ലായ്മയാണ്. സാധാരണ സത്യസന്ധമായ കാര്യമാണ്. പമ്പാ നദിയിലാണെങ്കിലും ആ പരിസരങ്ങളിലും ഒക്കെ തന്നെ വളരെ വൃത്തിഹീനമായ പമ്പാ നദി എന്നതിലുപരി ഈ സന്നിധാനത്ത് ആളുകൾ തടിച്ചു കൂടുന്നൊരു സ്ഥലമാണ്. തടിച്ച് നമുക്ക് ചിലപ്പോൾ സമയത്ത് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കൂട്ടമുണ്ടാവും. അപ്പം അവിടുത്തെ ഓരോ സ്ഥലവും ഇവർ ഒക്യുപ്പൈ ചെയ്യും, ഈ അയ്യപ്പന്മാരെ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും. അപ്പം അവിടെ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവിടെ വലിച്ചെറിയും, അവിടെ ആളുകൾ തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പലരും മനസ്സിലാക്കാത്ത. പമ്പയിലൊക്കെ എന്ന് പറഞ്ഞാൽ പമ്പ കുറച്ചും കൂടെ വിശാലമാണ്. പമ്പ വിശാലമാണ്, കൺജസ്റ്റഡ് സ്ഥലമാണ്. അവിടെ ആളുകൾ തിക്കും തിരക്കും കൂടുമ്പം എന്ത് ദുരന്തം ഉണ്ടാവാം, എന്തുണ്ടാവാം. അപ്പം അത് പുള്ളി മനസ്സിലാക്കുകയും അങ്ങനെ വൃത്തിക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ഒരുപാട് സ്റ്റുഡൻസ്, പോലീസ് കാഡറ്റ്, അങ്ങനെ പലതും പുള്ളി അങ്ങനെ ശബരിമലയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി ചെയ്തത്. അദ്ദേഹം അതിന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ അവിടെ ടേൺ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. 8 മണിക്കൂർ അങ്ങനെ ടേൺ അടിസ്ഥാനം. അപ്പം അവിടെ പോലീസിന്റെ ഫോഴ്സിനെയും കൂടെ ഉപയോഗിച്ച് തന്നെ ഈ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അവർക്ക് ഒരു അധിക ജോലി ഭാരമൊന്നുമില്ല, അവർ വളരെ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു പോലീസിനെയും കൂടെ അണിനിരത്തി, അവിടെ വരുന്ന ഭക്തന്മാരെല്ലാം അണിനിരത്തി, പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടാനുള്ള താല്പര്യം കാരണം ചില മുതലാളിമാർ പോലും അവിടെ ക്ലീൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പുണ്യം പൂങ്കാവനം അത് നടത്തി. പുണ്യം പൂങ്കാവനത്തിൽ വലിയ അഴിമതിക്കൊരു സ്കോപ്പില്ലാത്ത പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. എന്നിട്ടും പല ആളുകളും പി വിജയനെതിരെ രംഗത്തിറങ്ങി. അതെ, അഴിമതിയാണ്. അസൂയ വന്നു. മാത്രമല്ല നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതിവാര റേഡിയോ പരിപാടിയിൽ അദ്ദേഹം. അതേപോലെ ഒരു ദേശീയ മാധ്യമം വളരെ മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ അത്ര വലിയ സജീവമാകുന്നതിന് മുമ്പ് നടത്തിയ ഒരു ഓൺലൈൻ വോട്ടെടുപ്പിൽ പുള്ളി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി മാറുകയും അദ്ദേഹം അവാർഡ് വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു പ്രത്യേക ആളാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും പെർമിഷൻ കൊടുത്തില്ല. അങ്ങനെ പി വിജയൻ ഒരു അതായത് കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലെത്തി എലത്തൂർ സ്പോട്ട്. അതിലുപരി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ കോർഡിനേറ്റർ പദവിയിൽ നിന്ന് മാറ്റിയതാണ്. അത് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു അസാധാരണ ജോലിയായിരുന്നു. അത് വേറെ പോലീസുകാർക്കൊന്നും താല്പര്യമില്ല, കാര്യം അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ചവറ് നീക്കലാണല്ലോ. അപ്പം ഇദ്ദേഹം തന്നെ അവിടെ ഇരിക്കും. അതുകൊണ്ട് ആ പദ്ധതി തന്നെ വേണ്ട, പദ്ധതി ഇല്ലാതാക്കി. പദ്ധതി അവർ സ്ക്രാപ്പ് ചെയ്തു, അതിന്റെ ഫണ്ടെല്ലാം മാറ്റി. അങ്ങനെ ഒരു പരിപാടി വേണ്ടെന്ന് പോലീസ് തീരുമാനം എടുക്കുകയും അങ്ങനെ വിജയനെ അകറ്റി നിർത്തി. പക്ഷേ പിണറായി വിജയന്റെ തന്നെ അവസാന കാലത്ത് പിണറായി വിജയൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് വൈകിപ്പോയി. ഇന്റലിജൻസിന്റെ ചുമതല MR അജിത് കുമാർ തന്നെയാണ് ഈ വിജയനെ എത്രയും ഉപദ്രവിക്കാൻ വേണ്ടി പറയുക കൂടിയിരുന്നത്. അയാൾ ഒരിക്കൽ ചതിക്കുഴിയിലാണ് അദ്ദേഹം വീണത്. അയാൾ കൃത്യമായ പദ്ധതി തയ്യാറാക്കി ഇദ്ദേഹത്തെ വീഴ്ത്തുകയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് ആ തെറ്റ് തിരുത്തിയിട്ട് പോയി ഇന്റലിജൻസിന്റെ മേധാവിയാക്കി. എന്നാൽ പിണറായി ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തെ വളരെ ഭംഗിയായി VD സതീശൻ സർക്കാരാണെങ്കിലും ആഭ്യന്തരം നോക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരത്തിൽ മുഖ്യമന്ത്രി ആണെങ്കിലും രമേശ് ചെന്നിത്തല തന്നെയാണ് പരമാധികാരി. അവിടെ VD സതീശന്റെ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആള് രമേശ് ചെന്നിത്തല തന്നെയാണ്. രമേശ് ചെന്നിത്തലയും ശബരിമല ഭക്തനാണ്. എന്തായാലും രമേശ് ചെന്നിത്തല വിജയനെ ശബരിമലയുടെ ചീഫ് കോർഡിനേറ്റർ. അതൊരു ഗംഭീര പോസ്റ്റാണല്ലേ ശബരിമല. അതെ, ചീഫ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹമായിരിക്കും. ഏത് ഉദ്യോഗസ്ഥൻ വേണം, എവിടെ എങ്ങനെ വേണം, എവിടെ ഡിപ്ലോയ്മെന്റ് വേണം, എത്ര ഇത് വേണം, എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, അവിടെ പുണ്യം പൂങ്കാവനം വേണമെങ്കിലും പുള്ളിക്ക് ഇനി നടപ്പാക്കാം. അങ്ങനെ വളരെ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല എന്ന് പറഞ്ഞാൽ ശബരിമല മാത്രമല്ല, പമ്പ, നിലയ്ക്കൽ, അങ്ങനെ എല്ലാ സ്പോട്ടുകളെയും ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് ഇദ്ദേഹം മാറുകയാണ്. അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് ഡ്യൂട്ടിക്ക് എത്തുന്നവരെല്ലാം ഭക്തന്മാരായിരിക്കും. അതെ, ഭക്തന്മാരല്ലാത്ത ചില പോലീസുകാരെ അവിടെ നിയോഗിച്ചിട്ടാണ് മറ്റേ
സ്ത്രീ പ്രവേശനം പോലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അല്ല, അത് ആ മാനക്കേടിന് ഏകോപനം വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ ഒരു കാര്യം. പത്മകുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാറിനെയും അന്ന് ADGP ആയിരുന്ന ശ്രീജിത്തിനെയും മാറ്റി നിർത്തിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതിന് ശേഷമാണ് കാര്യം രണ്ടുപേരും ഭക്തന്മാരായിരുന്നു. അപ്പൊ ഭക്തന്മാരെ മാറ്റി നിർത്തിയുള്ള കളികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇദ്ദേഹം വരുമ്പോൾ ഇനി ഭക്തന്മാരായ പോലീസുകാർക്ക് ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടും. പിന്നെ ഈ തിരക്ക് കൂടുമ്പം ഭക്തന്മാരെ ഉപദ്രവിക്കുന്ന പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ നിർത്തേണ്ടതാണ്. ഇനി അതൊക്കെ കഷ്ടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി P. വിജയൻ ചെന്നതോടുകൂടി അതായത് P. വിജയൻ ശബരിമലയിലെ കോർഡിനേറ്റർ ആവുമെന്ന് നമുക്ക് കുറച്ചു കാലം മുമ്പൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് CPM തുടർഭരണം കിട്ടും എന്ന് പറയുന്ന സാഹചര്യത്തിൽ വിജയൻ അല്ല, അത് ഉറപ്പാണല്ലോ, രണ്ട് വിജയന്മാരാണല്ലോ. പക്ഷെ പിണറായി വിജയൻ മൂന്നാമത് വരുമെന്നും നമുക്ക് എന്ത് തോന്നിയാവസ്ഥ കാണിക്കും എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസത്തിലായി പോയത്. അതാണ് ഇതെല്ലാം ചെയ്തത്. നല്ല ഉദ്യോഗസ്ഥന്മാരെല്ലാം ആത്മവിശ്വാസം തകർത്തതും അയ്യപ്പൻ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ ശബരിമല ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം രമേശ്, ഇതിൽ വളരെ രസകരമായ കാര്യം, അല്ലെങ്കിൽ വളരെ ഒരു ദൈവം വിധിച്ചതെന്ന് പറയുന്ന ഒരു കാര്യം, സസ്പെൻഡ് ചെയ്ത് P. വിജയനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലെത്താൻ ഏകോപനം നിർവഹിച്ച M. അജിത്കുമാർ നെട്ടോടെയാണ് സ്വന്തം കസേര ഉറപ്പിക്കുക. ഇപ്പൊ രമേശ് ചെന്നിത്തല തൽക്കാലം പിടിച്ചു നിർത്തിക്കുന്നതുകൊണ്ട് അന്വേഷണം രമേശ് ചെന്നിത്തല പിടിച്ചു നിർത്തുന്നതിൽ കാര്യമുണ്ട്. ഈ M. അജിത്കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഒരു അഴിമതിക്കാരനൊന്നുമല്ല. അല്ല, M. അജിത്കുമാർ എന്ന് പറഞ്ഞാൽ M. അജിത്കുമാർ സത്യം പറഞ്ഞാൽ ഒരു അഴിമതിക്കാരനല്ലാത്ത നല്ല ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മുകളിലിരിക്കുന്നവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അമിത വിധേയത്വം കാണിക്കും, ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തതിന്റെ ഫലമാണ് ഇദ്ദേഹം കുമാർ നെട്ടോട്ട ഓടുന്നു. P. വിജയൻ വലിയ പദവിയിലിരിക്കുന്നു, ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആണ്, അതേസമയം ശബരിമല ചീഫ് കോർഡിനേറ്ററാണ്. എല്ലാം അയ്യപ്പന്റെ ഇത്. അതേപോലെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പിണറായി വിജയന്റെ മൂന്നാം ഭരണം നിഷേധിക്കപ്പെടാനുള്ള പ്രധാന കാരണം അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളുമാണ്. കാര്യം CPM-നെ വോട്ട് ചെയ്യുന്ന ഒറ്റ സ്ത്രീ വോട്ടർമാർ CPM-ന് വോട്ട് ചെയ്തില്ല. അല്ല, ഇവർ കാണിച്ച തോന്നിയാസല്ലേ എന്തിനാ പറയുന്നത്? ഒരു SP-യുടെ യൂണിഫോം ഊരി കൊടുത്തിട്ടാണ് ഈ ഒരു സ്ത്രീ അവിടെ കയറാൻ കൊണ്ടുവന്നത്. വിശ്വാസി അല്ലാത്ത ഒരു വിശ്വാസിയെ ഒരു വിശ്വാസിയെ സ്ത്രീ അവിടെ കൊണ്ടുവന്ന കാര്യം നമുക്ക് പിന്നെ അംഗീകരിക്കും. വിശ്വാസി അല്ലാത്ത ഒരാളിനെ, ഒരു അരാജക ജീവിതം നയിക്കുന്ന ഒരാളിനെ പിടിച്ചുകൊണ്ടെന്ന് അവിടെ കയറ്റി ഇത് കോടതി ഉത്തരവ് ഞങ്ങൾ നടപ്പിലാക്കിയെന്നൊക്കെ പറയുന്നത് അതൊരു മര്യാദ. വേറെ എത്ര കോടതി ഉത്തരവുകൾ ഇപ്പോഴും നടപ്പിലാക്കാതെ കൊണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയോ പറഞ്ഞ് പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചാണ്, അയാളത് വിശ്വസിച്ചും കാണും. നവോത്ഥാന നായകനാകാനുള്ള പിണറായി വിജയന്റെ വ്യഗ്രതയായിരുന്നു ഈ സ്ത്രീ പ്രവേശനം. അത് ആ സമയത്ത് നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അന്ന് നല്ല ആരോഗ്യമുള്ള നല്ല നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നവോത്ഥാനം, കേരളത്തെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന നവോത്ഥാന നായകനാകണമെന്നൊരു ആഗ്രഹിച്ചു. ശ്രീനാരായണ ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി തുടങ്ങി പിണറായി വിജയൻ ലെവലിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അത് അയ്യപ്പനെ വെച്ച് കളിച്ചപ്പോൾ പ്രശ്നമായി. പക്ഷേ വിജയനെ അയ്യപ്പനിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചത് പിണറായി വിജയന്റെ സർക്കാരിൽ. അത് പിണറായി വിജയൻ ആവണമെന്നില്ല, M. അജിത്കുമാറിനെ പോലുള്ള വ്യക്തികളായിരിക്കും. ഇപ്പൊ കുറെ കാര്യങ്ങൾ പിണറായി വിജയൻ പറയുന്നത് അജിത്കുമാർ ചെയ്യുമ്പോൾ അജിത്കുമാറും ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യും. അതാണ് ഈ വിജയന് പറ്റിയ പ്രശ്നം. അല്ല, വിജയനോട് പിണറായി വിജയന് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടാകും. പക്ഷെ അജിത് കുമാറാണ് നല്ലൊരു ഓഫീസറാണല്ലോ. എലത്തൂർ തീവെപ്പ് കേസെന്ന് പറഞ്ഞാൽ അട്ടിമറിയാണ്. അത് ഒരു ആള് ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. വിജയനിൽ നിന്ന് അന്വേഷണം അടർത്തി മാറ്റി അതിനെ അങ്ങനെ ക്ലോസ് ഫയൽ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. എലത്തൂർ സ്ഫോടനം എന്ന് പറഞ്ഞാൽ അന്ന് തീവ്രവാദ വിരുദ്ധ സേനയുടെ ചീഫായിരുന്നു വിജയൻ. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ഫോടനം പോലീസിന് അതിനെ നയിച്ചു. ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് അദ്ദേഹം ആ കേസിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. പ്രതിയെ പിടിച്ച വിഷ്വൽസൊക്കെ ചാനലുകളിൽ വരുന്ന സ്വാഭാവികമാണ്. അത് ചോർത്തി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പത്രത്തിന്റെ ചാനലിന്റെ ഫോട്ടോ ക്യാമറമാനെതിരെയൊക്കെ കേസെടുത്തില്ലേ. പക്ഷെ അതിലെന്തുണ്ടായി? ഈ ഭീകരവിരുദ്ധ സ്ക്വാഡിൽ നിന്ന് അങ്ങനെ വിജയനെ മാറ്റാൻ പറ്റി. പിന്നീട് സംഭവിച്ചത് എന്താണ്? ആ എലത്തൂർ തീവണ്ടി കത്തിക്കൽ കേസ് അവിടെ അങ്ങ് നിന്നു. ആ അറസ്റ്റ് ചെയ്ത പുള്ളി എന്തൊക്കെയോ പറഞ്ഞു, അവിടെ തീർന്നു. ഇത് വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഒരു വിശ്വാസിയാണ് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. P. വിജയനെ തിരിച്ച് ആദ്യ പദവിയിലേക്ക് വന്നത്, അദ്ദേഹത്തിനെ ദ്രോഹിച്ച ആൾ ഇപ്പം നെട്ടോട്ടോടുന്നത്. പിന്നെ അജിത് കുമാർ നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം എല്ലാ അമ്പലങ്ങളിലും പോകും. അദ്ദേഹം പക്ഷെ അയ്യപ്പനെ കാണാൻ ട്രാക്ടറിൽ പോയി. അതും പ്രശ്നം. അത് അവിടെ ഒരു പ്രത്യേകതരം പൂജ നടക്കുന്ന വളരെ വിശ്വാസപരമായ ഒരു ദിവസമാണ് പോയത്. അതുപോലും അയ്യപ്പൻ ചർച്ചയാക്കി എന്നുള്ളതാണ്. അത് നാട്ടുകാർ കണ്ടല്ലോ. ശബരിമലയിലെ ഓരോ കാര്യവും ചർച്ചയാക്കുന്നത് അയ്യപ്പൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമുണ്ട്. അവിടെയാണ് ഈ ട്രാക്ടറിലെ അജിത് കുമാറിന്റെ, അതും ജയകൃഷ്ണൻ പറഞ്ഞ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറായ ജഡ്ജിക്ക് കിട്ടിയ ഒരു ചെറിയ വിവരമാണ്.
അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരത്തില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ എന്താണ് CCTV ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ കൂടെയൊക്കെയാണെന്നാണ് ഇയാൾ എന്നിട്ടും പിടിക്കപ്പെട്ടു. അപ്പൊ എന്തായാലും അയ്യപ്പൻ പി വിജയനെ തന്റെ സാമ്രാജ്യം ഏൽപ്പിക്കുകയാണ്. അതെ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വിശ്വാസം ലംഘിച്ചുകൊണ്ട് ഇമാർ ദർശനത്തിനൊന്നും പോകില്ല. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായും വിശ്വാസിയാണോ എന്നൊക്കെ അറിയില്ല. ഏതായാലും ഈ പി വിജയനെ പോലുള്ള ഒരു ഉത്തമ വിശ്വാസി അവിടെ വരികയും അയ്യപ്പൻ്റെ ആ സന്നിധാനത്തിന് മൊത്തം ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബഹുമതി തന്നെയാണ്. അതിനെന്തോ കാലക്കേടുണ്ടാകുന്നതൊക്കെ സംഭവിച്ചു പോലും അതിനെല്ലാം ഒരു പരിഹാരമായി അദ്ദേഹത്തിന് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് തൻ്റെ കഴിവ് തെളിയിക്കാനും ഒരുപക്ഷെ ശബരിമല സന്നിധാനത്ത് കൂടുതൽ അവിടെ ശബരിമല എന്താണ് ഈ മോഷണം, സ്വർണ്ണമോഷണത്തിൻ്റെയൊക്കെ അതിലുപരി പോലീസ് കൺട്രോളിന്റെ പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അവരെ നിയന്ത്രിക്കുന്നതിലൊക്കെയാണ്. അതിനൊക്കെ അദ്ദേഹം വിജയിക്കട്ടെ. അല്ല, മാത്രമല്ല ഈ സാധനങ്ങൾ അവിടെ നിർത്തി സ്വർണ്ണം പൂശാനും പറഞ്ഞ് പുറത്തുകൊണ്ട് പോകുമ്പോൾ പോലീസിനെ അറിയിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇനി തൊട്ട് കർശനമായി തന്നെ അവിടെ നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അയ്യപ്പൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളിനെ തന്നെ അവിടെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.